വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുകയാണ്. നമ്മൾ ഉത്സവം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ അമ്പലവും പള്ളിയും ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഇപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ധാരാളം അനുമോദനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ഉത്സവം തന്നെയാണ് പേരിട്ടിട്ടുണ്ടാകുന്നത്. പഞ്ചായത്തിന്റെ വിജയോത്സവമാണെങ്കിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള വിജയോത്സവങ്ങൾ നടന്നിട്ടുണ്ടാവും. ക്ലബിന്റെയും വായനശാലകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള വിജയോത്സവങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചു മുമ്പ് നമ്മൾ കേട്ടൊരു ഉത്സവമായിരുന്നു പ്രവേശനോത്സവം. സ്കൂളിലേക്ക് കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉത്സവം നടത്തിയതാണ് പ്രവേശനോത്സവം. ഇനി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേറൊരു ഉത്സവം കൂടി നടക്കുന്നത് പഠനോത്സവം നടത്താറുണ്ട്. സ്കൂളിലെ കുട്ടികൾ ചെയ്ത പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് ഒരു അംഗീകാരം നൽകുന്നതിന് വേണ്ടി അത് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വിവിധ സ്കൂളുകൾ പഠനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഖദീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഉന്നത വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രജനി, വാർഡ് മെമ്പർ NP സുധാകരൻ, MPTA പ്രസിഡന്റ് നഫീസ ഉസ്മാൻ, മുൻ ഹെഡ് മാസ്റ്റർ ജെ നരേന്ദ്രൻ, വിജയശ്രീ കൺവീനർ E ഇബ്രാഹിം, PTA പ്രസിഡന്റ് C അസൈനാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.